അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. നോക്കിയാട്ടെ നിങ്ങൾ, ഗ്രന്ഥോപഹാരം. ഇത് 1000 കിറ്റുകളാണ്, ബോക്സുകളാണ്. ഓരോ ബോക്സിലും ഉള്ളത് 3 കനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. ഇന്ന് കോടമ്പുഴയിൽ നടക്കുന്ന കോടമ്പുഴ ദാറുൽ മാരിഫിന്റെ 34ാം വാർഷിക 14ാം സനദ് ദാന സമ്മേളനത്തിൽ 1000 പണ്ഡിതന്മാർക്ക് ഇത് കൊടുത്ത് ആദരിക്കുകയാണ്. ആദരവ് പണ്ഡിതന്മാർക്ക് കിട്ടുന്നത് അവർക്ക് വിവരമുള്ളത് കൊണ്ടാണല്ലോ. നോക്കാനും വായിക്കാനും പഠിക്കാനും പ്രചരിപ്പിക്കാനും യോഗ്യരായ ആളുകൾക്കാണ് കൊടുക്കുന്നത്. അത് വിവരമുള്ളത് കൊണ്ട് അവർക്ക് കിട്ടുന്ന വലിയ ആദരവുമാണ്. എന്നാ കഥ കേൾക്കണോ? ഈ ഓരോ ബോക്സിലും ഉള്ള പ്രധാനപ്പെട്ട 3 ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാനായ കലമുൽ ഇസ്ലാം ബാവ മുസ്ലിയാർ, കോടമ്പുഴ ബാവ മുസ്ലിയാരുടെ വളരെ വിലപ്പെട്ട പുസ്തകങ്ങളാണ്. ഈ വളരെ അടുത്തായി 150 വരുന്ന ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് കലമുൽ ഇസ്ലാം ബാവ മുസ്ലിയാർ. ആ ബാവ മുസ്ലിയാരുടെ ഈ കിതാബ്, ഇത് ഹല്ലിൽ കൗനി മിൻ സാനിഇൻ എന്നതാണ് ഒരു ഗ്രന്ഥം. ഈ പ്രപഞ്ചത്തിനൊരു നേന്താവുണ്ടോ, ഒരു ഉടയതമ്പുരാനുണ്ടോ, ഒരു ദൈവമുണ്ടോ, പടച്ചവനുണ്ടോ, ഒരു സൃഷ്ടാവുണ്ടോ എന്ന ഒരു ഗ്രന്ഥമാണ്. പണ്ഡിതന്മാർ ഇത് വാങ്ങണം, വായിക്കണം, പഠിക്കണം. ഇത് വെറുതെ കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന എല്ലാവരും കൂടി ഇങ്ങനെ ഓടി വന്നിട്ട് കാര്യമില്ല. ഇത് കൊടുക്കാൻ നേരത്തെ നിശ്ചയിക്കപ്പെട്ട പണ്ഡിതരുണ്ട്, അവർക്ക് അത് കിട്ടുകയുള്ളൂ. അവരെ നിജപ്പെടുത്തിക്കൊണ്ട് ഇതിനുവേണ്ടി സംഭാവന ശേഖരിച്ച് ഒരു ഗ്രന്ഥത്തെ കിറ്റിന് 1000 ഉറുപ്പിക സംഭാവനയായി പല സഹോദരങ്ങളും സഹായിച്ച് അത് ഇന്ന ഉസ്താദിന് കൊടുക്കണം, ഇന്ന ആലിമിന് കൊടുക്കണം, ഇന്ന പ്രഭാഷകന് കൊടുക്കണം എന്നൊക്കെ നിശ്ചയിക്കപ്പെട്ട ആളുകൾക്കാണ് ഇതിന്ന് നൽകുന്നത്. അതിൽ ഒരു ഗ്രന്ഥമാണ് ഞാൻ ഈ കാണിച്ചത്. ഇനി മറ്റൊരു ഗ്രന്ഥം കണ്ടോ നിങ്ങൾ? ഈസൽ മസീഹ്. വല്ലാത്തൊരു ഗ്രന്ഥമാണ് ഈസൽ മസീഹ് ഫീ മിൻവാറിൽ ഖുർആനി വൽ ഇൻജീൽ. വിശുദ്ധ ഖുർആനിന്റെയും ബൈബിളിന്റെയും തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം ആരായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, എവിടെയാണ്, എപ്പോഴാണ്, ഈ വക എല്ലാം ആധികാരികമായി സമർത്ഥിക്കുന്ന ബൈബിളിന്റെ ഇംഗ്ലീഷ്, മലയാള, അറബി പതിപ്പുകളുടെ രേഖകൾ കൊടുത്തിട്ടുണ്ട്. അപ്രകാരം അതുപോടൊപ്പം ഖുർആനിൽ ഇത് സംബന്ധമായി എന്താ പറഞ്ഞത് എന്ന് ആധികാരികമായി സമർത്ഥിക്കുന്ന ഗ്രന്ഥമാണ്. മറ്റൊരു ഏറ്റവും അത്യാധുനികമായ ഗ്രന്ഥമാണ് ഹുലൂലുൽ മശാക്കിൽ മിൻ ഉഖൂദിൻ നവാസിൽ. അത്യാധുനികമായി സാമ്പത്തിക രംഗത്ത് പാലിക്കേണ്ട ചിട്ടകളും മര്യാദകളും അതോടൊപ്പം തന്നെ മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ടതും മുസ്ലിം ആണെന്ന അടിസ്ഥാനത്തിൽ സാമ്പത്തിക ഇടപാട് കാര്യങ്ങൾ ഇടപെടുമ്പോൾ അവർ പാലിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ അത്യാധുനികങ്ങളായ സാമ്പത്തിക ഇടപാടുകൾ. അത് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും സാമ്പത്തിക രംഗത്തുനിന്നുണ്ടല്ലോ. ഓൺലൈൻ ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്, പലിശ ഇടപാടുകൾ നടക്കുന്നുണ്ട്, ഇന്റർനെറ്റുകളിലൂടെ ബിസിനസ് നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സകല കാര്യങ്ങളുടെയും 350ഓളം പേജ് വരുന്ന ഒരു ബൃഹത്തായ ഗ്രന്ഥം. ഈ 3 അറബി ഗ്രന്ഥങ്ങളാണ് ഇന്നത്തെ ഈ ഗ്രന്ഥോപഹാരത്തിൽ നൽകുന്നത്. ഞാനിത് എന്തിനു വേണ്ടി പറയുന്നു എന്ന് പറഞ്ഞാൽ, ഇതൊരു കച്ചവട പരസ്യമല്ല, ഇതൊരു ബിസിനസ്സിന് വേണ്ടി പറയുന്നതല്ല. മറിച്ച് ഇത് എന്താന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അവരാണ് ഇതിന്റെ ഉപയോഗിക്കേണ്ട ആളുകൾ. അതിന്റെ ഉപകാരം കിട്ടുന്നത് പണ്ഡിതന്മാർക്കാണ്. ആ പണ്ഡിതന്മാരിലൂടെ ബഹുജനങ്ങളിലേക്കും അതിന്റെ ഉപകാരം എത്തും. അപ്പൊ ക്ലാസ് എടുക്കുന്നവർ, പഠിക്കുന്നവർ, പഠിപ്പിക്കുന്നവർ, പ്രസംഗിക്കുന്നവർ, എഴുതുന്നവർ, അങ്ങനെയുള്ള പ്രഭാഷകരായ എല്ലാ ആളുകളും ഇത് ഇന്ന് ഗ്രന്ഥോപഹാരമായി അവർക്ക് ഉപഹാരം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ദാറുൽ മാരിഫുമായി ബന്ധപ്പെട്ട് ഈ ഗ്രന്ഥങ്ങൾ ശേഖരിക്കണം, നിങ്ങൾ വായിക്കണം, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ പബ്ലിക് ജനങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ലൈവിൽ ദാറുൽ മാരിഫ് കോടമ്പുഴയുടെ 34ാം 14ാം സനദ് ദാന സമ്മേളനം നടക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 5-ാം തീയതി തുടങ്ങിയ വിവിധ പരിപാടികളാണ്.
അപ്പോൾ അതിലും സാധിക്കുന്ന എല്ലാവരും ഇന്ന് പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.